ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇത്തവണ നല്ലൊരു ചെമ്മീൻ കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാ തവണയും ചിക്കനും ബീഫൊക്കെ വെച്ച് കട്ട്ലേറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് നല്ല ചെമ്മീൻ വെച്ച് ചെയ്താലോ. നമ്മളിവിടെ 200 ഗ്രാം ചെമ്മീനിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്കൊരു 1 അവർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. 1 അവർ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പാൻ ചൂടായി വരുമ്പോൾ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ അതിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ചെമ്മീൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഭയങ്കരമായിട്ട് ഡ്രൈ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ചെറിയ രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു 3-4 മിനിറ്റ് ഫ്രൈ ചെയ്യുന്നത് രീതിയിൽ. അപ്പോൾ അവസാനം നമ്മളിതാ ഈ മസാലയുടെ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ അതും ഇതിൻ്റെ മീതെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 2-3 മിനിറ്റ് നല്ല രീതിക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി ഇത് നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി നമ്മൾ ഈ ചെമ്മീൻ പൊരിച്ച അതേ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്കിതിൻ്റെ ബാക്കി മസാല പ്രിപ്പയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ചെമ്മീൻ്റെ ചെറിയൊരു ഫ്ലേവറും കിട്ടും. അപ്പോൾ നമ്മളിവിടെ 2 മീഡിയം സൈസ് വലുപ്പമുള്ള സവാള നല്ല ചെറുതായി അരിഞ്ഞത് ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ സവാള അത്യാവശ്യം ഒന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്കൊരു പച്ചമുളകും കുറച്ച് കറിവേപ്പില കൂടി നല്ല ചെറിയ രീതിയിൽ അരിഞ്ഞത് ഇതുപോലെ അരിഞ്ഞിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒരുപാട് മസാല ഒന്നും ചേർക്കുന്നില്ല. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ കേട്ടോ. എരിവ് നിങ്ങൾക്ക് ഇനി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു പച്ചമുളക് കൂടി ആഡ് ചെയ്യുക. നമ്മളിവിടെ ചെറിയ എരിവിലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഒരു പച്ചമുളകേ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊരു 3-4 മിനിറ്റ് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കാരണം ആ മസാലയുടെ കുത്തുമണൊക്കെ ഒന്ന് പോകുന്നത് വരെ ഇപ്പോൾ അത്യാവശ്യം നല്ല മസാല ആയി വന്നിട്ടുണ്ട്, നല്ല റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ചെമ്മീൻ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. നല്ല ചതക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെമ്മീൻ ചെറുതായി കടിക്കാൻ കിട്ടുമ്പോഴാണല്ലോ കട്ട്ലേറ്റിൻ്റെ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇതാ നമ്മൾ ചെമ്മീനും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് ഇവിടെ ഒരു 2 മീഡിയം സൈസ് വലുപ്പമുള്ള ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ച് വെച്ചതുണ്ട്. അത് നമുക്ക് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മസാല അതുപോലെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ ഒരു 3-4 മിനിറ്റ് കൂടി നമുക്ക് ഈ സ്റ്റൗവിൽ തന്നെ വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടി ഇതുപോലെ ചെറുതായി എരിഞ്ഞതുകൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കട്ട്ലേറ്റിനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സൈസിലും ഷേപ്പിലും നിങ്ങൾക്ക് ഇതൊന്ന് ഇതുപോലെ പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് കൈ വെച്ചിട്ട് കട്ട്ലേറ്റിൻ്റെ റൗണ്ട് ഷേപ്പിലായിട്ടാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾക്കിത് വേറെ ഷേപ്പിലൊക്കെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട്ലേറ്റ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ബാറ്റർ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു 1/2 കപ്പ് മൈദമാവിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ചെറിയ രീതിയിൽ അധികം തിക്കില്ലാത്ത രീതിയിൽ നമുക്ക് ചെറിയൊരു ബാറ്റർ ആക്കിയിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ബാറ്റർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മൾ സാധാ കട്ട്ലേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ കട്ട്ലേറ്റ് ഇതിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസ് കൂടെ കുറച്ച് റസ്കിൻ്റെ ക്രംബും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ക്രിസ്പിനെസ് കൂടുതൽ കിട്ടാൻ. അപ്പോൾ നമ്മൾ സാധാ കട്ട്ലേറ്റൊക്കെ ചെയ്യുന്നത് പോലെ ബാറ്ററിൽ മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ നമ്മുടെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മളിവിടെ ഡബിൾ കോട്ട് ചെയ്യുന്നുണ്ട്, കുറച്ചധികം ക്രിസ്പിനെസ്സും ഒക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ കട്ട്ലേറ്റ് നമുക്ക് ഫ്രോസണായിട്ട് അത്യാവശ്യം ദിവസം യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് സൂക്ഷിച്ചിട്ട് പിന്നെ ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്യാവുന്ന രീതിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഡബിൾ കോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളൂ. അപ്പോൾ ഇത്ര സിമ്പിളാണ് നമ്മൾ ചെമ്മീൻ കട്ട്ലേറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഓയിൽ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം, കാരണം ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് തന്നെ വേഗം ഇത് മുരിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മൾ ഓരോ ചെമ്മീൻ കട്ട്ലേറ്റായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്.
കട്ട്ലേറ്റ് നന്നായിട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു ട്രെയിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെമ്മീൻ കട്ട്ലേറ്റ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നും ചിക്കനും ബീഫും വെച്ച് മാത്രമല്ല, ഇടയ്ക്കൊരു ചെമ്മീൻ കട്ട്ലേറ്റ് ഒന്ന് ട്രൈ ചെയ്യാമല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിവ്യൂ അറിയിക്കണേ. അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.